നാജേഴ്സ് ഹോം ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സെയിലിനുള്ള കുറച്ച് റോസും അല്ലാത്തതായിട്ടുള്ള പ്ലാന്റുകൾ കാണാം. നിങ്ങൾക്കായിട്ട് ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന കുറച്ച് നല്ല റോസുകളാണ്. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ റേറ്റും ആ പ്ലാന്റും ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഈ റോസാണ്. നല്ല മണമുള്ള, അതായത് പനിനീർ റോസ, നമ്മളെ പണ്ടത്തെ എഡ്വേർഡ് റോസിലെ അതേപോലെ മണമുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ മണമുള്ള, പക്ഷെ അതിന്റെ പെറ്റൽസ് ഒക്കെ നല്ല ഭംഗിയാണ്. ഒരു ലോട്ടസിന്റെ ഫ്ലവർ പോലെയാണ് ഇരിക്കുന്നത്. ആ പെറ്റൽസ് ഒക്കെ നമ്മൾ പേപ്പറിൽ വെട്ടിയെടുത്ത ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇതൊരു റോസ്, ഇതാണ് ഒരു റോസ്. നല്ല മണമുള്ള റോസാണ്. ഇതിന്റെ റേറ്റ് 125 രൂപയാണ്. ഇത് വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നതാണ്. അടുത്തും നല്ല ഭംഗിയുള്ള ഒരു റോസാണ്. നല്ല മണവും, ഭംഗി മാത്രമല്ല, ഇത് നല്ല മണമുള്ള വലിയ പെറ്റൽസ് ഉള്ള ഒരു റോസാണ്. ഇതും വളരെ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ. ഇതിന്റെ റേറ്റ് 125 രൂപ തന്നെയാണ്. വളരെ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ. ഇതും പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടും. അടുത്ത് നല്ല ഒരു ഓറഞ്ചാണ്, ഭയങ്കര, അതായത് ഒരു ജ്വലിച്ച് നിൽക്കുന്ന ഒരു ഓറഞ്ച് കളറില് നല്ല കട്ടിയുള്ള പെറ്റൽസ് ഉള്ള ഒരു റോസാണ്. അതായത് ഒരു കൊലയിൽ തന്നെ കുറേ പൂ പിടിക്കുന്ന ഒരു റോസ്, ഒരുപാട് പൂ പിടിക്കുന്ന ഒരു റോസാണ്. അടുത്ത് ഈ റോസ് വലിയ പ്ലാന്റ് ആണ്. എല്ലാം നേരത്തെ കാണിച്ചതും എല്ലാം വലിയ പ്ലാന്റ് ആണ്. ഇത് നല്ല സൈസുള്ള വലിയ പ്ലാന്റ് ആണ്. ഇതിന്റെ റേറ്റ് 115 രൂപയാണ്. ഇത് ഞങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഇട്ടതാണ്. 115 രൂപ വലിയ റോസ്. ഇത് ഒരു നല്ല യെല്ലോ റോസാണ്. അതും ഇതുപോലെ തന്നെ ഇതാക്കണ്ട, ഒരു കൊലയിൽ തന്നെ എത്ര പൂവുണ്ട്, 8 പൂ പിടിക്കുന്ന അങ്ങനത്തെ ഒരു റോസാണ്, വലിയ റോസ്. ഇതും നിറച്ച് പൂ പിടിക്കുന്ന റോസ്. പ്ലാന്റും വലുതാണ്. ഇതിന്റെ റേറ്റ് 115 രൂപയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് വില കുറച്ചിപ്പോ ഇപ്രാവശ്യം ഇട്ടതാണ്. ഈ പ്ലാന്റ് ഈ വിലയ്ക്കൊന്നും തരാൻ പറ്റുന്നതല്ല, എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടതാണ്. അടുത്ത് 2 കളർ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു റോസയാണ്. അതായത് ഒന്ന് നല്ല കട്ട ഓറഞ്ച് റെഡും എല്ലാം കൂടെ ചേർന്നൊരു കളറും, അത് തന്നെ വിരിഞ്ഞ് തുടങ്ങുമ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച്. ഇത് വിരിഞ്ഞ് നല്ല 2 ദിവസം ആകുമ്പോൾ അത് നല്ല ഡാർക്ക് ഓറഞ്ചായിട്ട് മാറുന്ന ഒരു റോസാണിത്. ഇതുപോലെ തന്നെ ഒരു ചെടിയിൽ 2 കളർ ഇങ്ങനെ നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ്, നിറച്ച് പൂക്കുന്ന. ഞാൻ ഇപ്രാവശ്യം എടുത്തത് അങ്ങനെ ഏറ്റവും കൂടുതൽ പൂ പിടിക്കുന്ന റോസ നോക്കിയാണ് സെലക്ട് ചെയ്തത്. ഇതിന്റെ റേറ്റ് 115 തന്നെയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഈ റേറ്റിനായിരിക്കൂല ഈ റോസ് ഞാൻ തരുന്നത്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, ഒരുപാട് പേര് ഇങ്ങനെ കുറച്ചുകൂടെ ഒന്ന് വില അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ ഈ റേറ്റിനൊന്ന് എല്ലാ പേർക്കും വാങ്ങാൻ കണക്കാക്കിയുള്ള ഒരു റേറ്റ് ഇട്ടതാണ്. അടുത്ത ഒരു റോസ് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് മജന്തയിൽ അതിന്റെ അടിയിൽ വൈറ്റ് ഷെയ്ഡും കൂടെ വരുന്ന ഒരു റോസാണ്. അതും വലിയ ഫ്ലവറാണ്. ഇതിപ്പോ ഫ്ലവർ ഉള്ളത് കൊഴിഞ്ഞു പോയിട്ട് ഇനിയുള്ളതെല്ലാം മൊട്ടുള്ള റോസുകളാണ് ഉള്ളത്. ഇതിന്റെ റേറ്റ് 115 രൂപ തന്നെയാണ്. ഇത് വളരെ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ. പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് ഈ പ്ലാന്റ് കിട്ടും, അല്ലാത്തവർക്ക് ഇത് സ്റ്റോക്ക് തീർന്നു പോകും. അങ്ങനെ സ്റ്റോക്ക് വളരെ കുറച്ചുള്ള റോസുകളാണ് ഇപ്പൊ കിട്ടിയത്. കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളത്, എന്നാൽ ഇപ്പോൾ 1 മാസം കൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഓർക്കിഡ് റോസാണ് പിന്നെ ഉള്ളത്. ഇത് കമ്പ് വെച്ച് പിടിപ്പിച്ച നാടൻ റോസാണ്. അതും അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള പ്ലാന്റുകളാണ് ചെയ്യുന്നുള്ളത്. 150 രൂപയാണ് ഓർക്കിഡ് റോസിന്റെ ഇപ്പോഴത്തെ നമ്മുടെ റേറ്റ്. 160-നാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം 150 രൂപ. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡാലിയ കിട്ടി. ഡോർഫ് വെറൈറ്റി ആണ്. ലീഫും ഒരു മെറൂൺ കളറാണ്, ഫ്ലവറും നല്ല മെറൂൺ കളറില് നല്ല ഭംഗിയുള്ള ഒരു റോസ്. അപ്പൊ ഇത് ഒരു ഡാലിയ, റോസ് അല്ല ഡാലിയ. ഒരു വെറൈറ്റി കണ്ടതുകൊണ്ട് ഞാൻ ഇതിപ്പോ എടുത്തതാണ്. ഇതിന്റെ റേറ്റ് 110 രൂപയാണ്.
അടുത്ത ഗന്ധരാജന്റെ ഡോർഫ് വെറൈറ്റിയാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു പ്ലാന്റ് ആണ്. പക്ഷെ അത് ഒരുപാട് വളർന്നാലേ പൂക്കുള്ളൂ. ഇതിപ്പോ കണ്ട ചെറിയ പ്ലാന്റിൽ തന്നെ പൂവുള്ളതാണ് ഗന്ധരാജന്റെ. അതുണ്ട്, എല്ലാത്തിലും മൊട്ടുമുണ്ട്. നല്ല മണമുള്ള ഒരു പൂവ് നമ്മളെ ഗാർഡനിൽ വിരിഞ്ഞ് നിന്നാൽ പോലെ പരിസരത്തൂടെ കടന്നു പോകുമ്പം തന്നെ നന്നായിട്ട് മണമടിക്കുന്ന ഒരു ഫ്ലവറാണ് ഗന്ധരാജൻ. അതിന്റെ പേര് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ മണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ ഇതിന്റെ റേറ്റ് 100 രൂപ തന്നെയാണ്. ഇത് കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമുക്ക് റെക്കോർഡ് സെയിൽ നടന്ന ഒരു പ്ലാന്റാണ് ഗന്ധരാജൻ. ഇപ്പൊ സ്റ്റോക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പൊ കിട്ടാതെ ചോദിച്ചിട്ട് കിട്ടാതെ പോയവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. ഇപ്പോഴും വളരെ കുറഞ്ഞ സ്റ്റോക്കേ ഗന്ധരാജൻ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഓർഡർ ചെയ്യുക. നല്ല മൊട്ടും പൂവും ഒക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അയച്ചതിൽ ലാസ്റ്റൊക്കെ നമ്മൾ ഫ്ലവർ ഇല്ലാത്തതൊക്കെ ചെടികൾ അയക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അങ്ങനത്തെ അല്ല. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് നല്ല നല്ല പ്ലാന്റുകൾ കിട്ടുന്നതാണ്. അടുത്തത് റോസ്മേരിയെ ഇപ്പൊ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എണ്ണ കാച്ചാനും ബിരിയാണിയിലിടാനും ഇറച്ചിക്കറിയിലിടാനും വെള്ളം തിളപ്പിച്ച് കുടിക്കാനും ഒക്കെ പറ്റിയ ഒരു ചെടിയാണ് റോസ്മേരി. ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ സാധാരണ ചെടികൾ എടുക്കുമ്പോൾ അതിന്റെ ലീഫ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ടെന്ന് ഞെക്കിയാലൊക്കെയാണ് മണം വരുന്നത്. ഇത് പക്ഷെ അങ്ങനെയല്ല. ഈ പ്ലാന്റ് എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ നല്ല മണമാണ് റോസ്മേരി. നമ്മൾ ആ റോസ്മേരിയുടെ റേറ്റ് 100 രൂപയാണ്. റോസ്മേരി ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. അടുത്തത് സെയിലിനായിട്ടുള്ളത് നമ്മുടെ നിക്കോഡിയ പ്ലാന്റ് ആണ്. നിക്കോഡിയ പ്ലാന്റ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഒരുപാട് സെയിൽ ചെയ്തതാണ്. ഇപ്രാവശ്യം മൊട്ടും ഫ്ലവറും ഒക്കെ ഉള്ള നിക്കോഡിയാണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത്. വലിയ കെയറിങ്ങും ഒന്നും ആവശ്യമില്ലാത്ത, നല്ല വെയിൽ ആവശ്യമുള്ള, എന്നാൽ വെള്ളം കുറച്ച് മാത്രം ആവശ്യമുള്ള ഒരു ചെടിയാണ് നിക്കോഡിയ. അധികം വളമൊന്നും ഇട്ട് അതിൻ്റെ പിറകെ നടക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ല ഭംഗിയാണ്. നിറഞ്ഞ് പൂത്ത് നിറച്ച് പൂ പിടിക്കുന്ന, ഇത് നിറച്ച് മൊട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചെടിയാണ് നിക്കോഡിയ. ഇതിന്റെ റേറ്റ്, വലിയ പ്ലാന്റ് ആയതുകൊണ്ട് ഇതിന്റെ റേറ്റ് 100 രൂപയാണ്. എൻ്റെ നിക്കോഡിയ എൻ്റെ വിരിഞ്ഞപ്പോൾ ഉള്ള ഒരു ഫോട്ടോ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഇടാം. അത്രയ്ക്ക് ഭംഗിയാണ് ഇതിന്റെ ഫ്ലവർ കാണാൻ. അടുത്തത് ഇതെന്റെ ലെഗസ്ട്രോമിയ പ്ലാന്റ് ആണ്. ഇത് മെറൂണില്, ലീഫും മെറൂൺ ആണ്. ഇത് ഫ്ലവർ ഇല്ലെങ്കിലും ഭംഗിയുള്ള ഒരു ചെടിയാണ്. പൂവ് ഇതെല്ലാം പൂവ് കൊഴിഞ്ഞു പോയിട്ട് അതിനകത്ത് കായ പിടിച്ച് നിൽക്കുന്നതാണ്. ഇത് പൂവ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പൊ കുറച്ച് പൂവേ ഉള്ളൂ. ഇതാണ് ലെഗസ്ട്രോമിയ. ഇതിൻ്റെ ഇത്രയും സൈസുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. ഈ സൈസാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിന്റെ സൈസ് ഒന്ന് കാണിക്കാം. ഇത്രയും വലിയ സൈസാണ് നമ്മൾ അയക്കുന്നത്. 250 രൂപയാണ്. ഇതിനി പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇതിനെ റിപ്പോർട്ട് ചെയ്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് പൂക്കേണ്ട സമയമാകുമ്പോൾ പൂത്തോളും. അങ്ങനെ ഇത്രയും വലിയ പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. ചെറിയ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അയച്ചിരുന്നു. അത് ഏകദേശം സ്റ്റോക്ക് തീർന്നു. ഇനിയിപ്പോൾ ഇതേ ഉള്ളൂ. പിന്നെ ഉള്ളത് മാൻഡിവില്ല. ഈ സൈസ് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. മാൻഡിവില്ല 200 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഈ സൈസാണ് കൊടുക്കുന്നത്. ഇതിന്റെ തന്നെ റെഡും ഉണ്ട്. റെഡ് 325ആണ്. അത് കുറച്ചുകൂടെ വലിയ പ്ലാന്റാണ്. ആ പ്ലാന്റ് കാണിച്ചു തരാം. മാൻഡിവില്ല റെഡ് ആണിത്. റെഡ് കുറച്ച് സൈസ്, പ്ലാന്റിന്റെ സൈസ് വലുതാണ്. 325 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഇത് അതേ പ്ലാന്റ് ആണ്. പക്ഷെ ഞാനതൊരു പോട്ടിലോട്ട് മാറ്റി 1 മാസം ആയപ്പോഴത്തേക്ക് ഫ്ലവർ വന്ന് നിൽക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഇതാണ് റെഡ് മാൻഡിവില്ല. ഇനി അടുത്തത് ഒരു റെഡ് ഹാങ്ങിങ് മാൻഡിവില്ലയാണ്. ഇത് ഇപ്പൊ ഇറങ്ങിയതാണ്, പുതുതായിട്ട് വന്നതാണ്. ഇത് ഹാങ് ചെയ്തിടുന്നത് റെഡ് കളറാണ്. പക്ഷെ ഇതിന്റെ ലീഫ് ഉണ്ട്, വളരെ ചെറുതാണ്. ഇതൊരു വെറൈറ്റിയാണ്. ഇത് ആവശ്യക്കാർക്ക് ഞങ്ങൾ ഇങ്ങനെ തന്നെ അയക്കുന്നതാണ്. പക്ഷെ ഇത് ഫോട്ടോയോടുകൂടി അയക്കാൻ പറ്റുമെന്ന് തോന്നല്ല, വെയിറ്റ് കൂടും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇത് എടുത്തിട്ട് അയക്കും. 325 രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ്. ടെക്കോമ, പിന്നെ യെല്ലോ, ഓറഞ്ച്,
പിന്നെ ഒരു യെല്ലോയും ഓറഞ്ചും കൂടെ ഷെയ്ഡ് വരുന്ന 3 കളർ, അങ്ങനെ ആ 3 കളർ ടെക്കോമയും അവൈലബിൾ ആണ്. എല്ലാം കൂടി കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ആവശ്യക്കാർക്ക് അതും ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും ഒരു കമൻറ്റും ഒരു ഷെയറും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.